ഇത് ഞാനാണ് റോയ്. ഓ മനസ്സിലായേ. പിള്ളേര് വിളിച്ചു പറഞ്ഞ എന്റെ ബാക്കിയൊന്നും പറയാൻ വേണ്ടി വിളിച്ചാണോ സാറ്? അല്ല, അവര് പറഞ്ഞത് തെറ്റായി പോയി. അതിനൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ സോറി ഒന്നും നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങൾ എല്ലാവരും എപ്പോഴും കറക്റ്റ് ആണല്ലോ. നേഹ സോറി, ഞാൻ പറഞ്ഞല്ലോ അവര് അറിയാതെ പറഞ്ഞു പോയതാ. അവരറിയാണ്ടൊന്നും പറഞ്ഞല്ല, പക്ഷെ ഞാൻ കൊടുക്കേണ്ടത് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നേഹ ഏത് തരം സിനിമ ചെയ്യണമെന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിന് തെറ്റൊന്നുമില്ല. അതിന് നേഹ ഈ സബ്ജക്ട് സെലക്ട് ചെയ്തതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എന്നെ എൻ്റെ കുട്ടികളെയും ചേർത്ത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞത് ഇച്ചിരി കടന്നുപോയി. ഒരു എഴുത്തുകാരനായാലും എഴുത്തുകാരിയായാലും അയാൾക്ക് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതാണ് അയാൾ തിരക്കഥയാക്കുന്നത്. അത്രയും ഞാനും ചെയ്തോളൂ. ഞങ്ങളെ നോക്കി അങ്ങനെ വിളിച്ചു പറയാൻ നേഹ തനിക്ക് എങ്ങനെ തോന്നി? ഹലോ, നാളെ എനിക്ക് മീറ്റിംഗ് ഉള്ളതാ, ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ അത് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിട്ടാവരുത്. അല്ല, താൻ കുറച്ച് നേരമായല്ലോ. താനും തന്റെ വട്ടന്മാരെ കൂടെ എന്ത് ചെയ്യുന്ന? എന്നെ വിട്ടേക്ക്. അവന്മാര് വട്ടന്മാരാന്നുള്ളത് ശരിയാ, വീണ്ടും വിചാരമില്ലാത്ത പിള്ളേരാ. അധികം അവന്മാരോട് കളിക്കാൻ നിൽക്കണ്ട. നീ ആരാന്നടി നിന്റെ വിചാരം? ക്രിയേറ്റീവ് ഡയറക്ടർ വന്നേക്കണം. ചെയ്തത് ചെയ്തു പോട്ടെ. ഇനി എങ്ങാനും എന്റെ പിള്ളേരുടെ വഴിക്കെങ്ങാനും വന്നു കഴിഞ്ഞാ പണി ഈ റോയി തരും. അറിയത്തില്ല നിനക്കെന്നെ. കേട്ടോടി ആലാവലാതി. വെക്കടി ഫോൺ. റാസ്കൽ. എന്താ? ഞങ്ങളെ വഴക്ക് പറഞ്ഞത് അവളെ ഒറ്റയ്ക്ക് ചീത്ത വിളിക്കാൻ വേണ്ടിയായിരുന്നല്ലേ? ആ അതെ, അതിനിപ്പോ എന്താ? ഒന്നുമില്ല. എന്നാ പോയി ആഹാരം എടുത്ത് വെക്കാൻ നോക്കും. ആയിക്കോട്ടെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. ചെല്ല്. ചമ്മി നാറിപ്പോയി. കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചതിന് ശരിയാവും. ചേച്ചി, ചേച്ചിനെ സഹായിക്കണം പ്ലീസ്. നോക്ക് ചിഞ്ചു, അവൻ ആർക്കും പിടിതരാത്തൊരു ക്യാരക്ടറാണ്. അവൻ്റെ മൈൻഡ് ഒരു വല്ലാത്തൊരു മൈൻഡാണ്. കുറെ ഫ്ലേർട്ട് ചെയ്യുക, കുറെ വായി നോക്കുക, ഇതല്ലാതെ അവന് വേറൊരു ലക്ഷ്യമില്ല. അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ പാവ ചേച്ചി ടോണി. അയ്യോ പാവാണ് അവൻ. പക്ഷേ ഗേൾസ് അവൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് ഒറ്റൊരു കുഴപ്പമുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിന്നെ പോലെ ഇന്നസെന്റ് ആയൊരു പെണ്ണിന് ചേർന്ന ആളല്ല അവൻ. പക്ഷെ ചേച്ചി, ഞാൻ അവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. അതെനിക്കറിയാം മോളെ, പക്ഷേ ഒരു പക്ഷിയില്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ ചേച്ചി പ്ലീസ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നീ ഇത്ര പാവായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നീ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവണം. നിന്റെ കൊഞ്ചലൊക്കെ ഒന്ന് മാറ്റണം. കാരണം അനു ഒരു ബോൾഡ് ആയിട്ടൊരു ക്യാരക്ടർ ആയ കാരണമാണ് അവൻ അവളുടെ മുമ്പിൽ ഫ്ലാറ്റ് ആയത്. ടോണിക്ക് അനുനോട് തോന്നിയതിനേക്കാൾ ഇഷ്ടം എന്നോട് തോന്നുക. എന്താ ചെയ്യാ ചേച്ചി, പറ പ്ലീസ്. അതല്ല ഞാൻ പറഞ്ഞത്, നീ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവണം. നീ അവനെ മൈൻഡേ ചെയ്യരുത്. പിന്നെ കഴിയുവാണെങ്കിൽ നിന്റെ ഫോണിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിക്കണം. അതെന്തിനാ? അതവൻ തെറ്റിദ്ധരിക്കുമല്ലോ, നിനക്ക് വേറെ കുറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന്. അയ്യോ, അപ്പൊ ടോണിക്ക് എന്നോട് അകൽച്ച കൂടുതലായി പോവല്ലേ ചെയ്യാ? ഇതാണ് നിനക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിനക്ക് അവനെ വേണോ? വേണം. എന്ന് ഞാൻ പറയുന്ന പോലെ ചെയ്യും, എല്ലാം ശരിയാവും. നമ്മൾ ശരിയാക്കും. ടോണി മോനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യാൻ ചേച്ചി. അതിന് ഞാൻ നിന്റെ കൂടെ കാണും. ഓക്കെ? അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഓക്കെ. ഞാൻ നാരകമുട്ടായി വാങ്ങിച്ചരാം. ആരുടെ ആനന്ദ അത്? പവി. പാറു. പവിത്ര. പവിത്ര ആനന്ദേട്ടനല്ലേ? എന്നെങ്ങനെ മനസ്സിലായി? അതൊക്കെ നമുക്കറിയാം. കമാൻ, ബാഗ് എടുക്കണേ. ഞാൻ എടുത്തോളാം. ഓക്കെ. പിന്നെ പവി, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആനന്ദേട്ടന്റെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരില് ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഫാനാണ് കേട്ടോ. സോറി, ആ ടെലിഗ്രാം ഷോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? സോറിടാ, ആനന്ദേട്ടനെ കണ്ട എക്സൈറ്റ്മെന്റില് ഞാൻ കേട്ടില്ല. നീ എന്താ പറഞ്ഞേ? ഇവനെ കണ്ട് ഇത്രയ്ക്കങ്ങ് എക്സൈറ്റഡ് ആവാൻ ഇവൻ അത്രയ്ക്ക് വലിയ സംഭവമാണോ? ഹോ, അതെന്റെ ഫ്രണ്ട് ഹൻസിയുടെ അടുത്ത് ചോദിക്കണം. അവള് പറയും എന്ത് സംഭവമാണ് ആനന്ദേട്ടൻ. ആനന്ദേട്ടന്റെ എന്തൊരു ഫാനാന്നറിയാവള്. എനിക്ക് ചത്താ മതി. ഫാൻസോ? അപ്പൊ ഞാൻ വിചാരിച്ച അത്ര പരിഷ്കാരം ഒന്നും ബാംഗ്ലൂരിൽ വന്നിട്ടില്ലല്ലേ? അതെന്താ?
അവിടെയും ഇവന് ഫാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. കേട്ടോ പവി, ഇതേ ഉള്ളൂ ഈ പാറുവിന്റെ കുഴപ്പം. വാ തുറന്നാ വീട്ടിലത്തെ പറയും. അത് പിന്നെ ആനന്ദേട്ടൻ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? എനിക്കറിഞ്ഞൂടെ എന്റെ ചേച്ചിയെ. അല്ല, നമ്മുടെ റേഡിയോ ജോക്കി എന്തേ ഇന്ന് ബസ് സ്റ്റോപ്പിൽ കണ്ടില്ല? അയ്യോ, പറഞ്ഞതുപോലെ ടോണി എവിടെ? നിങ്ങൾ ഒന്നിച്ചല്ലേ വന്നത്? ഇല്ല, ബസ് സ്റ്റോപ്പില് ഞാൻ ആരെയും കാണാഞ്ഞപ്പോ നീ അയച്ചെന്ന ടെക്സ്റ്റ് കൊടുത്ത ഞാൻ ഒരു ടാക്സി പിടിച്ചങ്ങ് പോന്നു. ടാ ആനന്ദേ, നീ ടോണി വിളിച്ച് ഇവളിവിടാന്ന് പറ. ഓ, കുറച്ചേരം അവിടെ കിടന്ന് കറങ്ങട്ടെ. എടാ പാവുണ്ടടാ. ഒരു പാവമില്ല. ഇവിടെ വന്ന ഓരോന്ന് പറഞ്ഞ് വെറുപ്പിച്ചോണ്ടിരിക്കും. നീ എന്നെ വിളിച്ചോ? എന്റെ ഫോൺ എവിടെ? ആ, ഞാൻ തന്നെ വിളിച്ചോളാം. പവി, എന്റെ ബാംഗ്ലൂർ ഫാൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറ. എന്തിനാ കൂടുതൽ ഡീറ്റെയിൽസ്? ഈ ഞാൻ തന്നെ ഒരു ഫാൻ അല്ലേ? എന്താ അത് പോരെ? മതി മതി, കുട്ടി മതി. മതിനെ. ഇവളുടെ നിപ്പ് പണിയാവും എന്നാ തോന്നുന്നേ. ഈശ്വര, ഇവളായിരിക്കോ അവൾ സ്വാമിജി പറഞ്ഞ ആ പെണ്ണ്? ആനന്ദേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഹേ ഹേ, ഒന്നുമില്ല. ഒരു ആലോചനയ്ക്ക് ആലോചിക്കേണ്ട സമയമായോന്ന് ആലോചിച്ചാ.